അന്വേഷണങ്ങളുടെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാലത്ത് അനിവാര്യമായും സജീവമായ സംവാദങ്ങൾ, സാംസ്കാരിക അന്വേഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. കാരണം അത്രമേൽ നമ്മുടെ വൈജ്ഞാനിക ലോകം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് സ്വപ്നം കണ്ട കാര്യങ്ങൾ ഇന്ന് സത്യമായി പരിണമിച്ചിട്ടുണ്ട്. ആവിധം നമ്മുടെ ജീവിതത്തെ ആകെ അടപടലം പുനർനിർമ്മിക്കുന്ന തരത്തിൽ വൈജ്ഞാനിക ലോകം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സങ്കൽപ്പിക്കാനാവാത്ത വേഗതയിലാണ്. വേഗത്തിനെന്തൊരു വേഗമെന്ന മഹാവിസ്മയത്തിന് പോലും സ്പർശിക്കാനാവാത്ത വിധം വേഗം നമ്മെയും കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യകരമായ സംവാദങ്ങൾ കുറയുകയും അനാരോഗ്യകരമായ വിവാദങ്ങൾ കൂടുകയും ചെയ്യുന്നത് എന്ന് നാം ഗൗരവമായി സൂക്ഷ്മമായി ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ നവോത്ഥാനം ഒരുപക്ഷെ ആവിധം പറയുന്നത് കൃത്യമാവില്ല. ലോകത്തിലെങ്ങുമുള്ള നവോത്ഥാനം അടിസ്ഥാനപരമായി അന്വേഷണത്തിൻ്റെ, ആലോചനയുടെ, വിമർശനത്തിൻ്റെ ഒരു ലോകമാണ് വികസിപ്പിക്കാൻ ശ്രമിച്ചത്. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ആകെ ഒരു അന്വേഷണത്തിലേക്ക് തുറന്നു വെക്കാൻ ആവശ്യമായ വിനയം ഏത് തീപിടിച്ച ചൂടുപിടിച്ച ചർച്ചകൾക്കിടയിലും സംവാദങ്ങൾക്കിടയിലും അന്നുള്ളിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ നമ്മുടെ കാലത്ത്, ഞാൻ തുടങ്ങിയത് വൈജ്ഞാനികമായ വളർച്ചയുടെ ഈ കാലത്ത്, ആ വൈജ്ഞാനിക പ്രക്രിയയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവർ എന്ന അർത്ഥത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജനതയാകെ, അത്ര പറഞ്ഞാൽ മതിയാവില്ല, നാം ആർജിച്ച എല്ലാ സാംസ്കാരിക മൂല്യങ്ങളും വൈജ്ഞാനിക മൂല്യങ്ങളും ഒത്തുചേരുന്ന ഒരു മഹാസമ്മേളന വേദിയായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നാം സത്യത്തിൽ കാണേണ്ടതുണ്ട്. പറഞ്ഞു വരുന്നത്, വിദ്യാഭ്യാസം സമം അധ്യാപകർ, അതല്ലെങ്കിൽ വിദ്യാഭ്യാസം സമം ഏതാനും ആചാര്യർ എന്ന രീതിയിലേക്ക് ചുരുക്കുന്നത് തന്നെ ആധുനിക വൈജ്ഞാനിക കാലാവസ്ഥയോട് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത ഒരു സമീപനമാണ്. മുമ്പ് നമുക്ക് ഗുരുകുലങ്ങളുണ്ടായിരുന്നു. ആ ഗുരുകുലങ്ങൾ നിർവഹിച്ചത് വിദ്യാദാനമാണ്. എന്നാൽ ഇന്ന് നമുക്കറിയാം, വിദ്യ ദാനമല്ല, മറിച്ച് നമ്മുടെ അവകാശമാണ്, ഒരു ജനതയുടെ അവകാശമാണ്. സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഗുരുകുലത്തിന് മൗലികമായ അടിസ്ഥാനപരമായ പരിമിതി ഉണ്ടായിരുന്നു. അതിനൊരിക്കലും ബഹുജന വിദ്യാഭ്യാസത്തിൻ്റെ വിസ്തൃതമായ ലോകത്തിലേക്ക് വളരാൻ കഴിയുമായിരുന്നില്ല. ജാതി ചട്ടക്കൂടിനകത്ത് അത് ചുരുണ്ടു നിൽക്കുക തന്നെയാണ് ചെയ്തത്. ആ ഗുരുകുലത്തിൻ്റെ ലോകം പൊളിച്ചിട്ടാണ്, അതിനെ അതിവർത്തിച്ചിട്ടാണ് ആധുനിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഗുരുകുലത്തിൻ്റെ കേവല തുടർച്ചയല്ല ആധുനിക വിദ്യാലയം. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ തുടർച്ചയല്ല അധ്യാപകർ. ശിഷ്യർ എന്ന് പറയപ്പെടുന്ന ഗുരുകുലത്തിലെ, ഗുരുവിന് മുമ്പിൽ സകലതും സമർപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ കാലിൽ വെള്ളമൊഴിച്ച് കഴുകി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പാദപൂജ മാത്രമല്ല, അനിവാര്യമാണെങ്കിൽ തൻ്റെ തന്നെ അറിവിൻ്റെ സമസ്തവും ഗുരുവിന് തിരിച്ചു നൽകാൻ ബാധ്യതപ്പെട്ട തരത്തിലുള്ള വിധേയത്വത്തിൻ്റെ ചുരുക്കെഴുത്തുകളായി, കൃത്യം പറഞ്ഞാൽ ചണ്ഡികളായി മാറിയ എത്രയോ അനുഭവങ്ങൾ. മഹാനായ ദ്രോണാചാര്യരെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്ക്
വിരൽ മുറിച്ച് ദക്ഷിണ നൽകേണ്ടി വന്ന ഏകലവ്യനെ മറക്കാൻ പറ്റില്ല. ദ്രോണാചാര്യർ മഹാനാണ്. പക്ഷേ സ്വന്തം ശിഷ്യൻ്റെ വിരൽ ദക്ഷിണയായി വാങ്ങിയ ആ പ്രവൃത്തിയെ നമുക്ക് മഹത്വമെന്ന് വിളിക്കാൻ പറ്റില്ല. ഇത്രയും ആമുഖമായി പറയുന്നത് സത്യത്തിൽ സൂക്ഷ്മമായ ഒരു സംവാദമായി വളരേണ്ടിയിരുന്ന, വികസിക്കേണ്ടിയിരുന്ന പാദപൂജ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കാല് കഴുകൽ നമ്മുടെ സമൂഹത്തിൽ ആ വിധം അതിൻ്റെ അടിവേരിലേക്ക് ഇറങ്ങിയുള്ള അന്വേഷണവും അപഗ്രഥനവും ഇല്ലാതെ അവിടെയും ഇവിടെയും തട്ടി തീർന്നു പോകുന്നൊരു പശ്ചാത്തലത്തിലാണ് അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ഒരു ജനായത്ത സമീപനം. ആവർത്തിക്കുന്നു, വിവാദത്തിനുള്ള അസംസ്കൃത പദാർത്ഥം എന്ന അർത്ഥത്തിലല്ല, ആരോഗ്യകരമായ ഒരു സംവാദത്തിനുള്ള വിനീതമായ ഒരു ക്ഷണം എന്ന അർത്ഥത്തിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഗുരുകുലത്തിൻ്റെ തുടർച്ചയല്ല ആധുനിക വിദ്യാലയം. അതുപോലെ തന്നെ ഗുരുവിൻ്റെ വലിച്ചുനീട്ടലല്ല അധ്യാപകർ, വിദ്യാർത്ഥികളുടെ വലിച്ചുനീട്ടലല്ല ശിഷ്യർ. സാമൂഹ്യ വളർച്ചയുടെ തുടർച്ച ഇതിൽ കാണാൻ പറ്റും. പക്ഷേ സാമൂഹ്യ വളർച്ചയിലെ ഇടർച്ചകളെയും അടയാളപ്പെടുത്തപ്പെടണം. അങ്ങനെ നോക്കിയാൽ എന്താണ് ഗുരുവും അധ്യാപകനും തമ്മിലുള്ള വ്യത്യാസം? ഗുരു എന്ന് പറയുന്നത് എനിക്കൊരിക്കലും ഒരു നിർബന്ധവുമില്ല അധ്യാപകൻ്റെയോ അല്ലെങ്കിൽ ഗുരുവിൻ്റെയോ പര്യായ പദങ്ങളായി അധ്യാപകൻ ഗുരു, ഗുരു അധ്യാപകൻ എന്ന് മാറ്റി പറയുന്നതിൽ ഒരു തരത്തിലുള്ള വിരോധവുമില്ല. പക്ഷേ ഗുരുകുലത്തിലെ വിദ്യാദാനവും അതിന് നേതൃത്വം നൽകിയ അധ്യാപകനും ഇന്നത്തെ ആധുനിക വിദ്യാലയത്തിലെ അധ്യാപകനും വിദ്യാർത്ഥിയും ജീവിക്കുന്നത് രണ്ട് ലോകങ്ങളിലാണ്. അത് നാം അനിവാര്യമായും തിരിച്ചറിയണം. ഗുരുകുലത്തിൽ ഗുരു സർവ അറിവിൻ്റെയും പൂർണ്ണതയുടെ പ്രതിനിധിയാണ്. എന്നാൽ ആധുനിക വിദ്യാഭ്യാസ പ്രക്രിയയിൽ പൂർണ്ണത എന്ന് പറയുന്നത് ഒരധ്യാപകനും അവകാശപ്പെടാൻ പറ്റില്ല, ഒരു മനുഷ്യനും അവകാശപ്പെടാൻ പറ്റില്ല. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാന ലോകത്തിലേക്ക് കടക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമല്ല, വൈജ്ഞാനിക സ്ഫോടനത്തിൽ ഓരോ സന്ദർഭത്തിലും വ്യത്യസ്ത വിഷയങ്ങൾ രൂപപ്പെട്ടു വരുന്നത് കൊണ്ടും മാത്രമല്ല, മറിച്ച് എത്രയെത്രയോ വിവരങ്ങൾ, വസ്തുതകൾ അതിൻ്റെ ഒരു മഹാപ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ ഒരു കണ്ണിയായി തീരാനല്ലാതെ ആ മഹാപ്രവാഹത്തിൻ്റെ കേവല സ്രോതസ്സായി തീരാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് പൂർണ്ണനായ ഗുരു, അറിവിൻ്റെ ലോകത്തിൽ പൂർണ്ണനായ ഗുരു, എന്നും സംശയം മാത്രം ബാക്കിയുള്ള ശിഷ്യർ എന്നത് പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് നിലനിന്ന ഗുരുവിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ അധ്യാപകനും, ശിഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ വിദ്യാർത്ഥികളും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യ ദാനമായി കിട്ടേണ്ടതല്ല, അത് അവരുടെ അവകാശമാണ്. അതോടൊപ്പം തന്നെ വിദ്യ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമല്ല, അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. പൗളോ ഫ്രൈഡെയൊക്കെ നിരീക്ഷണം കടമെടുത്താൽ കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സാംസ്കാരിക പ്രവർത്തനമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും മഹാനായ ഒരു ഗുരുവിൻ്റെ കാൽക്കീഴിൽ ജീവിതം ആരംഭിക്കാനോ അവസാനിപ്പിക്കാനോ ഉള്ളതല്ല. വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ വിദ്യാർത്ഥികളെ കുനിച്ചു നിർത്തി അവരുടെ മുമ്പിൽ കാല് നീട്ടി ഒരു ജാള്യതയുമില്ലാതെ വെള്ളമൊഴിച്ചോ വെള്ളമൊഴിച്ചോ എന്ന നാട്യത്തിൽ ഇരുന്നു കൊടുക്കുന്ന പുതിയ കാലത്തെ അധ്യാപകർ പഴയ കാലത്തെ ഗുരുകുലത്തിൻ്റെ പോലും ഔന്നത്യം സൂക്ഷിക്കുന്നില്ല. സത്യത്തിൽ കാല് കഴുകുന്ന കുട്ടികളല്ല
കാല് കഴുകിപ്പിക്കുന്ന അധ്യാപകരാണ് ചരിത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ കുറ്റവാളികളെന്ന് അനിവാര്യമായും നാളെ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്ന് ഇന്നവർ വിനയപൂർവ്വം തിരിച്ചറിയുന്നില്ലെങ്കിൽ പഴയൊരു മുദ്രാവാക്യം കടമെടുത്താൽ കാലം കരികൊണ്ട് ഒരുപക്ഷെ അവരുടെ കവിളിൽ മാത്രമല്ല അവരുടെ ശരീരത്തിലും മനസ്സിലും മസ്തിഷ്കത്തിലും നിങ്ങൾ ചെയ്യുന്നത് ജനായത്ത വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണ്, അത് വിദ്യാഭ്യാസ പ്രക്രിയയെ തന്നെ പരിഹസിക്കലാണ് എന്ന് എഴുതും. അതുകൊണ്ട് കാൽ കഴുകൽ എന്നുള്ളതിൻ്റെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ആ പരിശോധനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് മലയാളത്തിൻ്റെ പ്രശസ്ത പ്രതിഭ എം മുകുന്ദൻ്റെ പുലയപ്പാട്ട് എന്ന നോവലിലെ ഗൗതമൻ എന്നൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. തലപൊക്കി നടക്കാൻ അവകാശമില്ല, തല താഴ്ത്തി വേണം നടക്കാൻ. അതുതന്നെ എല്ലാ വഴിയിലൂടെയും എല്ലായ്പ്പോഴും നടക്കാൻ പറ്റില്ല, ഒരുപാട് പരിമിതികൾക്കിടയിലാണ്. പക്ഷേ തല താഴ്ത്തി നടക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടത് കൊണ്ട് ഗൗതമനുണ്ടായ നേട്ടത്തെക്കുറിച്ച് ഒരല്പം പരിഹാസത്തോടെ മുകുന്ദൻ പറയുന്നുണ്ട്. അത് ഗൗതമൻ തമ്പുരാക്കന്മാരെ ജന്മിമാരെ മനസ്സിലാക്കുന്നത് അവരുടെ മുഖം കണ്ടിട്ടല്ല, മറിച്ച് അവരുടെ കാല് കണ്ടിട്ടാണ്. ഇത് മൊരിയുള്ള കാൽ, ഇത് രൈരുനമ്പ്യാരുടേതാണ് എന്ന് മനസ്സിലാക്കുന്നത് കാല് കണ്ടിട്ടാണ്. ആ നോവലിലൊരു വാക്യമുണ്ട്, തലതാഴ്ത്തി നടക്കാൻ പരിശീലിപ്പിക്കപ്പെട്ടത് കൊണ്ടുണ്ടായ ഒരു നേട്ടം. പക്ഷേ വലിയ നഷ്ടങ്ങളാണ് ആ നേട്ടത്തിന് അകമ്പടി സേവിക്കുന്നത്. മഴവില്ലിനെ കാണാൻ കഴിയാത്ത, നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്ത, അനന്തവിസ്തൃതമായ ഈ പ്രകൃതിയുടെ മനോഹാരിതകളൊന്നും കാണാൻ കഴിയാത്ത ഏതെങ്കിലും തമ്പുരാക്കന്മാരുടെ മുരി പിടിച്ച കാല് മാത്രം കാണാൻ കഴിയുന്ന പരിമിതമാക്കപ്പെട്ട ഒരു കാഴ്ച. ഇത് പ്രതീകാത്മകമായൊരു അവതരണമാണ്. കാരണം നവോത്ഥാനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. നവോത്ഥാനം കുനിഞ്ഞു നിന്ന ഒരു ജനതയെ നിവർന്നു നിൽക്കാനാണ് പരിശീലിപ്പിച്ചത്. 1836 വൈകുണ്ഠ സ്വാമികൾ സമതാ സമാജം എന്നൊരു സംഘടന, സമത്വത്തിനു വേണ്ടിയുള്ളൊരു സംഘടന രൂപപ്പെടുത്തുന്നത്. സത്യത്തിൽ അത് നമ്മുടെ ഗുരുകുലമടക്കം നമ്മുടെ പഴയ ഗുരുശിഷ്യ ബന്ധത്തിലെ പ്രച്ഛന്ന അടിമത്തം ഉൾപ്പെടെയുള്ളതിനെ അതിവർത്തിക്കുന്ന ഒരാശയ ലോകമായിരുന്നു. അദ്ദേഹം ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തത് സ്നേഹത്തിൻ്റെ മക്കൾ, അൻപുക്കൊടി മക്കൾ. അദ്ദേഹം അന്നത്തെ കേരളത്തിൽ ഉയർത്തിയത് അൻപുക്കൊടി, സ്നേഹത്തിൻ്റെ പതാക. മറ്റേത് പതാകയും പറന്നു കൊള്ളട്ടെ, പക്ഷെ അതിനൊക്കെ മുകളിൽ എന്നും അദൃശ്യമായ സ്നേഹത്തിൻ്റെ ഒരു പതാക അനിവാര്യമായും പറക്കണം. എങ്കിൽ മാത്രമേ മറ്റ് പതാകകൾക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് നാം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വരുന്നത് 1836 സമതാ സമാജം സത്യത്തിൽ വൈകുണ്ഠസ്വാമികൾ വിധേയത്വത്തിൻ്റെ ഭാഗമായി കരുതപ്പെട്ടിരുന്ന അരയില മുണ്ട് അഴിച്ചെടുത്തിട്ട് അത് തലയിൽ കെട്ടി ഒരാൾപ്പൊക്കമുള്ള കണ്ണാടിയുടെ മുമ്പിൽ നിവർന്നു നിൽക്കുകയാണ് ചെയ്തത്. ഇതാണ് ആരാധന എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ നിരവധി കർഷക സമരങ്ങൾ ചെറുതും വലുതുമായ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1852 മഹാനായ മമ്പുറം തങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, തമ്പുരാന്ന് വിളിക്കരുത്, റാന്ന് പറയരുത്, അടിയെന്ന് പറയരുത്, ഉച്ഛിഷ്ടം തിന്നരുത്, നിവർന്നു നിൽക്കണം, ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ച് വാങ്ങണം, നിങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്നൊക്കെയുള്ള അതിമഹത്തായ ആശയങ്ങൾ. ഈ ആശയങ്ങൾ അദ്ദേഹം പറയാൻ ഇടയായത് ജാത്യാചാരത്തിൻ്റെ ലോകത്തിൽ നിലനിൽക്കുന്ന വലിയൊരു ജനത, അവർ മതം മാറിയിട്ടും അവർക്ക് ജാതി മാറാൻ പറ്റുന്നില്ല, ജാത്യാചാരങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നില്ല. അവർ മഹാസമരത്തിൽ പങ്കെടുക്കുമ്പോഴും
അവർക്ക് ജാത്യാചാരങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. തമ്പുരാനെ കാണുമ്പോൾ അവർ കവാത്ത് മറന്നുപോകുന്നു. ഈ ഒരവസ്ഥയെ മുറിച്ചു കടക്കാനാണ് തമ്പുരാൻ വിളി അവസാനിപ്പിക്കാൻ മമ്പുറം തങ്ങൾ ആഹ്വാനം ചെയ്തത്. ഒരുപക്ഷേ ഈ കാലുകഴുകലും തമ്പുരാൻ വിളിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? റാൻ അടിയാൻ ഉച്ഛിഷ്ടം തിന്നൽ, ഈ പറഞ്ഞതും കാലുകഴുകലും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ എന്ന് ഉപരിതലത്തിൽ ആലോചിക്കുന്നവർക്ക് ഒരു ബന്ധവും കാണാൻ പറ്റില്ല. പക്ഷേ ചരിത്രപരമായി ആലോചിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, തമ്പുരാൻ വിളിയുടെ റാൻ അടിയൻ വിധേയത്വത്തിൻ്റെ ദൃശ്യരൂപമാണ് സത്യത്തിൽ കാൽക്കൽ വീഴലും കാല് കഴുകലും കുനിഞ്ഞു നിൽക്കലും വിനീത വിധേയനായി എന്തിനും സന്നദ്ധമായി വിമർശനരഹിതമായി സമ്പൂർണമായി സമർപ്പിക്കുന്ന സമസ്ത അനുഷ്ഠാനങ്ങളും. ഞാൻ പറയുന്നത് സഹോദരൻ അയ്യപ്പൻ 40കളിൽ പറയുന്നുണ്ട്, ഞാൻ ആരുടെയും മുകളിലല്ല, ഞാൻ ആരുടെയും താഴെയുമല്ല, നമ്മൾ ഒപ്പത്തിനൊപ്പം. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, കൊട്ടാരത്തിലെ രാജാവിനെ കാളും എന്ന് പറഞ്ഞാൽ രാജാവായാലും ശരി, മന്ത്രിയായാലും ശരി, തന്ത്രിയായാലും ശരി, ഒരു സാധാരണ മനുഷ്യനായാലും ശരി, മനുഷ്യർ എന്ന നിലക്ക് ഒരാളും മറ്റൊരാളുടെ തലയിൽ കയറാൻ പാടില്ല, ഒരാളും മറ്റൊരാളെ കുനിപ്പിച്ച് നിർത്താൻ പാടില്ല എന്ന വലിയൊരു തത്വമാണ്. അതുകൊണ്ട് 52 മഹാനായ മമ്പുറം തങ്ങൾ 922 മലയാളത്തിൻ്റെ മാസ്റ്റർ ജീനിയസായ കുമാരനാശാൻ്റെ കവിതയിൽ പറയുന്നുണ്ടല്ലോ, സാവിത്രി ചാത്തനോടാണ് പറയുന്നത്, തമ്പ്രാട്ടി എന്നും മറ്റുമുള്ള നിന്റെ വിളി എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. കുമാരനാശാൻ ഈ ആശയം കിട്ടിയത് എവിടെ നിന്നാണ്? നമുക്കറിയാം, 36 സമതാ സമാജം, 52 മമ്പുറം തങ്ങളുടെ ഈ പറഞ്ഞ അവതരണം, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാണുന്നത് നവോത്ഥാന കാലത്തിൻ്റെ 1888 ശ്രീനാരായണ ഗുരുവിൻ്റെ ശിവപ്രതിഷ്ഠ. അവിടെയുമുണ്ട് ഈ വിധേയത്വത്തിനെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധം. അതെല്ലാം കഴിഞ്ഞുള്ള വലിയ മുന്നേറ്റമാണ് 929 നമ്പൂതിരി യുവജന സംഘം പറയുന്നുണ്ട്, ഞങ്ങളെ തമ്പുരാന്ന് വിളിക്കരുത്, നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നത്, ഗുരുവിൻ്റെ കാല് കഴുകൽ എന്നുള്ളത് പലരും കരുതുന്നത് പോലെ ഗുരുവിൻ്റെ കാലിലെ പൊടിപടലങ്ങളോ ചളിയോ കഴുകിക്കൊടുക്കുന്ന ഒരു പ്രവർത്തനമല്ല. അതിന് ഏറ്റവും വലിയ ഒരർത്ഥം ഉണ്ടായിത്തീരുന്നത് അത് ജാതി മേൽക്കോയ്മയുടെ, ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കൾച്ചറൽ നാഷണാലിസം എന്ന് പറയുന്ന സാംസ്കാരിക ദേശീയതയുടെ ഒരു വലിയ ആയുധമാണത്. ആ സാംസ്കാരിക ദേശീയത നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലത്തിൽ പലതരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ ഒന്ന് മാത്രമാണത്. അതുകൊണ്ട് പാദപൂജയും പാഠപുസ്തകത്തിലെ തിരുത്തലും എല്ലാം പരസ്പരം പോഷിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഒന്നും വേറിട്ടല്ല. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു കാര്യം, ഇതുമായി എന്ത് ബന്ധമെന്ന് പെട്ടെന്ന് തോന്നാം, പക്ഷേ ചങ്ങരംപള്ളി കുഞ്ഞാലൻ ഗുരുക്കൾ അദ്ദേഹവും KM വേണുഗോപാലുമായി നടത്തുന്നൊരു അഭിമുഖത്തിൽ കുഞ്ഞാലൻ ഗുരുക്കൾ പറയുന്നുണ്ട്, പ്രശസ്ത വൈദ്യ സാന്നിധ്യമായ അദ്ദേഹം പറയുന്നുണ്ട്, കുന്നംകുളത്ത് ഭാഗത്ത്, തൃശ്ശൂരിലെ കുന്നംകുളം ഭാഗത്ത് ആവണക്ക് വൻതോതിൽ വളർന്നു വരാൻ തുടങ്ങി. അദ്ദേഹം അതിനെ കണ്ടത് അത് മഞ്ഞപ്പിത്തം വ്യാപകമായിട്ട് ആ പ്രദേശത്ത് പടർന്ന് പിടിക്കാനുള്ള പ്രകൃതിയിലൊരു അടയാളമായിട്ടാണ്. അദ്ദേഹം കരുതിയതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പടർന്ന് പിടിക്കേണ്ടായി. ഈ ആവണക്കിൻ്റെ കൂമ്പും ചില മരുന്നൊക്കെ ചേർത്തിട്ട് അതിന് മരുന്നുണ്ടാക്കുകയും ചെയ്തു.
അത് സുഖപ്പെടുകയും ചെയ്തു. ഏറെക്കുറെ ഇതിനോട് സമാനമാണ് സമീപകാലത്ത് രൂപപ്പെട്ടു വന്ന നിരവധി ആചാരങ്ങൾ. ഈ ആചാരങ്ങളൊക്കെ ജാത്യാചാരങ്ങളാണ്. ഇത് ഹിന്ദു മതത്തിൻ്റെയോ ഇസ്ലാം മതത്തിൻ്റെയോ ക്രിസ്തു മതത്തിൻ്റെയോ ഒന്നും ആചാരങ്ങളല്ല. ഇത് മേൽക്കോയ്മ ദൃഢപ്പെടുത്തുന്ന ജാത്യാചാരങ്ങളാണ്. പക്ഷേ ആവണക്ക് വ്യാപകമായിട്ട് വന്നപ്പോൾ അത് മഞ്ഞപ്പിത്താവുകയും ആ മഞ്ഞപ്പിത്തത്തിന് ആവണക്കിൻ്റെ കൂമ്പ് മരുന്നാവുകയും ചെയ്തെങ്കിൽ ഈ പറയുന്ന ജാത്യാചാരങ്ങൾ ഒന്നിനും മരുന്നല്ല. ഇത് നമ്മുടെ ജീവിതത്തെ ഏറ്റവും അപകടത്തിൽപ്പെടുത്തുന്ന വിഷമാണ്. വിദ്യാഭ്യാസ ചരിത്രം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളി പഞ്ചമിയെ സ്കൂളിൽ ചേർത്തത് ഒരു ഗുരുവിൻ്റെയും കാല് കഴുകിയിട്ടല്ല. മഹാത്മാ അയ്യങ്കാളി ഒരു വർഷം നീണ്ട കർഷക തൊഴിലാളി പണിമുടക്ക് നടത്തിയിട്ടാണ് അഗസ്ത്യർക്ക് വിദ്യാലയ പ്രവേശം കിട്ടിയത്. അല്ലാതെ എഴുത്തിനിരുത്തിയിട്ടല്ല, പ്രക്ഷോഭം നടത്തിയിട്ടാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവാദങ്ങൾ ഉയർന്നു വന്നത് വിദ്യാർത്ഥികൾ ഗുരുക്കൾക്ക് തങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് അവർ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തിലേക്ക്, അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് വിമോചിതരായത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ആചാരം, ഇതിനെ ന്യായീകരിക്കുന്നവരാര്, എന്തിന്? ഭാരതീയ വിദ്യാനികേതൻ BVN എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നവഫാസിസ്റ്റുകളുടെ ആശയങ്ങൾ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഗോൾവൽക്കറുടെ ആശയങ്ങളിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് രൂപപ്പെട്ട ഭാരതീയ വിദ്യാനികേതനാണ് ഈ പറയുന്ന ജാത്യാചാരങ്ങളുടെ സ്രോതസ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിനുവേണ്ടിയുള്ള ന്യായങ്ങൾ പരിശോധിച്ചാൽ അതാണ് ജനാധിപത്യവാദികളായ മുഴുവൻ മനുഷ്യരെയും നടുക്കേണ്ടത്. കാരണം ഇത്തരം ആചാരങ്ങളെ വിമർശിക്കുന്നവർ രാജ്യദ്രോഹികളാണ്. ഈ പറഞ്ഞ ആചാരങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ ധാർമ്മികതയെ നിരാകരിക്കുന്നവരാണ്, നിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന ആശയമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുസ്വരത പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിനെ ഒരു സംവാദമാക്കിയിട്ട് വികസിപ്പിക്കാൻ ജനായത്തവാദികൾ നേതൃത്വം നൽകേണ്ടതുണ്ട്. എത്രയെത്രയോ മനുഷ്യർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള എത്രയെത്രയോ മനുഷ്യർ ആധുനിക വിദ്യാലയങ്ങളിലൂടെ കടന്നു വന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ദൈക്ഷണിക നേതൃത്വം നൽകുന്നുണ്ട്. അവരൊന്നും ഈ ദൈക്ഷണിക നേതൃത്വത്തിന് പ്രാപ്തരായത് ഒരു ഗുരുവിൻ്റെയും കാല് കഴുകി കൊടുത്തിട്ടല്ല. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് ജാത്യാചാരങ്ങളുണ്ട്. ഞാൻ നേരത്തെ ഒന്ന് സ്പർശിച്ചു, എഴുത്തിനിരുത്ത്. ഇതൊക്കെ വിമർശന വിധേയമാവുന്നത് ചരിത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. നമ്മുടെ ഇന്ത്യയിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ആവർത്തിക്കേണ്ടി വരുന്നത്, ചരിത്രം തിരുത്തുന്നൊരു പ്രവർത്തനം സജീവമായി മുന്നോട്ട് പോവുകയാണ്. KN പണിക്കരൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം 1960കളിൽ രാജസ്ഥാനിൽ അദ്ദേഹം കണ്ട കാഴ്ച പറയുന്നുണ്ട്. അത് രാജാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാജാവില്ല. പണ്ടത്തെ ഒരു രാജാവ് മഞ്ചലിലല്ല, ആധുനിക വാഹനത്തിൽ കടന്നു പോകുമ്പോൾ അത് കാണുന്ന മാത്രയിൽ സൈക്കിളിൽ സഞ്ചരിക്കുന്ന ആളുകൾ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭൂമിയിൽ കമിഴ്ന്ന് നമസ്കരിക്കും. പണിക്കർ മാഷ് ഉപയോഗിച്ച വാക്ക് പ്രജകൾ എന്നാണ്. സത്യത്തിൽ സ്വാതന്ത്ര്യാനന്തരം നമ്മൾ പൗരരായി മാറിക്കഴിഞ്ഞു. നമ്മളിപ്പം ഭരിക്കുന്ന രാജാവല്ല, നമ്മൾ തന്നെയാണ്. അതാണ് ഭരണഘടന നൽകുന്ന ഉറപ്പ്. പക്ഷേ പൗരരായിത്തീരുന്നതിന് പകരം ഒരു ജനതയെ പ്രജകളാക്കാൻ പരിശീലിപ്പിക്കുക, അത്തരം ഒരു പരിശീലനമാണ്
സത്യത്തിൽ ജാത്യാചാരങ്ങളിലൂടെ ഉറപ്പുവരുത്തപ്പെടുന്നത് എന്നൊരു തിരിച്ചറിവ് അനിവാര്യമായും നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇത്തരം അനുഷ്ഠാനങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് ആചാരങ്ങൾ എന്ന അർത്ഥത്തിലല്ല, ആചാര വിവേചനത്തിൻ്റെയും ആചാര ഭീകരതകളുടെയും ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് മുമ്പേ പറഞ്ഞത്, ഇത്തരം ആചാരങ്ങളെ വിമർശിക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നവരാണ്, അവരിവിടെ പൗരരായിരിക്കാൻ അർഹരല്ല എന്നൊക്കെയാണ് ഇത്തരം ആചാര വിവേചനത്തിൽ അധിഷ്ഠിതമായ അനുഷ്ഠാനങ്ങളെ ആദർശവൽക്കരിക്കാൻ വേണ്ടി ഇന്ത്യൻ ഫാസിസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നത്, തുടക്കത്തിൽ പറഞ്ഞ ഗുരുവിൽ നിന്ന് എത്രയോ മുന്നോട്ട് വന്ന, ശിഷ്യരിൽ നിന്ന് മുന്നോട്ട് വന്ന, പഴയ ഗുരുകുലത്തിൽ നിന്ന് മുന്നോട്ട് വന്ന പുതിയ വൈജ്ഞാനിക ലോകത്തെ അഭിവാദ്യം ചെയ്യാൻ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ, അധ്യാപക സമൂഹത്തെയും, കാരണം വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ സമയം വിദ്യാഭ്യാസ പ്രക്രിയയിലെ പങ്കാളികളാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 തൂണുകൾ, 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിൽ ഒന്നാമത്തേത് ലേൺ ടു ലിവ് ടുഗദർ, ഒരുമിച്ച് ജീവിക്കാനുള്ള പരിശീലനമാണ്. ആ പരിശീലനം 2 വിധത്തിലാണ് സാധ്യമാവുക. ഒന്ന്, വ്യത്യസ്തമായ ആചാരങ്ങൾ. അങ്ങനെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് മേൽക്കോയ്മ ആചാരങ്ങളല്ല, മറിച്ച് ഓരോ സാമൂഹ്യ വിഭാഗത്തിൻ്റെയും വിശ്വാസങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആചാരങ്ങൾ. അതിലടിച്ചേൽപ്പിക്കലില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്നു വരുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായി നിങ്ങൾ ചെയ്യുന്നതാണത്, മറ്റാരുടെ മേലും കെട്ടിവെക്കുന്നതല്ലത്. ഇതാണ് ബഹുസ്വരത. മറ്റൊന്ന് മതനിരപേക്ഷമായ, മാനവികമായ, നേരത്തെ പറഞ്ഞ ബഹുസ്വരതയിൽ അത് ഉൾപ്പെടും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിമോചിതമായ തലത്തിൽ എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും നിൽക്കാനിടം നൽകുന്ന വിധം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിധം, ആരുടെ മേലും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത വിധം, ആധുനിക കാലത്തിന് അഭിമുഖമായി. അവിടെയാണ് അടിവര. ചാതുർവർണ്ണത്തിൻ്റെ, നാടുവാഴുത്തത്തിൻ്റെ ഒരു മൂല്യവ്യവസ്ഥയിൽ നിന്നുകൊണ്ടല്ല നമ്മൾ വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന, നമ്മുടെ ബന്ധങ്ങളെ അഗാധമാക്കുന്ന, നമ്മുടെ അന്വേഷണങ്ങളെ സൂക്ഷ്മമാക്കുന്ന, അറിവിൻ്റെ അപരിചിതമായ ലോകങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കരുത്ത് നൽകുന്ന, നമ്മൾ അറിഞ്ഞതിനെ തന്നെ വീണ്ടും വിമർശന വിധേയമാക്കാനുള്ള ആന്തരികമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയകൾക്കും നമ്മുടെ കാലവുമായിട്ടാണ്, വൈജ്ഞാനിക വളർച്ചയുമായിട്ടാണ് ബന്ധം എന്ന് തിരിച്ചറിയുന്ന ഒരു വികസിത സാമൂഹ്യ സാംസ്കാരിക നിലപാട് നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായി തീരേണ്ടതിൻ്റെ ഒരാശയ പശ്ചാത്തലം ഉറപ്പുവരുത്താൻ പാദപൂജ പോലുള്ള, ഗുരുവിൻ്റെ കാലുകഴുകൽ പോലുള്ള ആചാരങ്ങൾക്കെതിരെയുള്ള നിരന്തരമായ ആശയപ്രചാരണം അനിവാര്യമാണ്. പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, നീട്ടിവെച്ചു കൊടുത്ത ആ കാൽ, ആ തൃപ്പാദങ്ങൾ സ്വയം പിൻവലിക്കാൻ നിങ്ങൾ വിനയമുള്ളവരാവണം എന്ന് മാത്രമാണ് അന്വേഷണത്തിൻ്റെ ഈ അൽഗോരിതത്തിൽ തുടർന്നുള്ള സംവാദങ്ങളുടെ ഒരാമുഖം എന്ന നിലക്ക് പറയാനുള്ളത്. അഭിവാദ്യങ്ങൾ.